ഇവർ വിവാഹിതരായ സീരിയലിന്റെ നെക്സ്റ്റ് വീക്കിന്റെ കിട്ടില്ലം പ്രൊമോ ആട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ ദീപാവലി ആഘോഷിക്കാട്ടോ. ഈ സമയം അജയ് അവിടെ നിൽക്കാൻ താല്പര്യം കാണിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ അത് അഞ്ജന ചോദ്യം ചെയ്യും. അഞ്ജന ഭവാനിയോട് പറയുന്നുണ്ട് അവളോടൊപ്പം ആ ഭൂമിയോടൊപ്പം ആഘോഷിക്കാനാവാൻ പോകുന്നത്. അഞ്ജന പറയും അജയ് പോവില്ല, പോയാൽ അതിന്റെ ശവത്തിൽ ചവിട്ടിയായിരിക്കും. അഞ്ജന അവിടുന്ന് അജയ് വിടുന്നില്ല കേട്ടോ. അജയ് പോകാൻ നേരത്തെ പിടിച്ചു വെക്കുന്ന സമയത്ത് അജയ് അഞ്ജനയുടെ കൈയൊക്കെ തട്ടി മാറ്റി ഒരു മൈൻഡിലാണ് അങ്ങ് പോകുമ്പോൾ അഞ്ജനയ്ക്ക് ദേഷ്യവും. അജയ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാട്ടോ. ഇത് കാണുന്ന ഭവാനി അങ്ങ് ഞെട്ടിപ്പോകും. അഞ്ജന ഉരുണ്ടുരുണ്ട് വീഴുന്നുണ്ട്. അപ്പൊ അജയ് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തിലുള്ളത് ഭൂമി പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുക. ഭൂമിക്ക് എന്തൊക്കെയോ കാര്യങ്ങളെ എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തായിരിക്കും അജയ് അങ്ങോട്ട് വരുന്നത്. എന്താന്ന് നോക്കുമ്പോൾ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് ഭൂമി അന്വേഷിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ അജയ് പറയും അത് തനിക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിൽ ഭൂമി അറിയും എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. പിന്നീട് ഭൂമി വീട്ടിൽ ചെന്ന് എന്തൊക്കെയോ കാര്യമായി ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ്റെ അലമാര പരിശോധിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ലെറ്റർ കിട്ടും. ഭൂമിയെ ഒരു ഞെട്ടിലോടെ അതെടുത്ത് വായിക്കാട്ടോ. അതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ മോൾ അറിയാൻ എനിക്ക് എന്തും സംഭവിക്കാം, ഞാൻ കൊല ചെയ്യപ്പെടാം. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താന്ന് കാണുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ലെറ്റർ തന്നെ അച്യുതൻ എഴുതി വെച്ചിട്ടുണ്ട് സ്വന്തം കൈപ്പടമുണ്ട്. ഇത് കാണുന്ന ഭൂമി ആകെ ഷോക്കായി കരയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഈ ലെറ്റർ കിട്ടി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, അത് കൊണ്ടുകൊടുക്കാനായിട്ട്. ഈ സമയം ഭവാനി ഏൽപ്പിച്ച ആ കമാല് ഭൂമി ഫോളോ ചെയ്യുന്നുണ്ട്. ഭൂമിക്ക് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഭൂമി ഒരുവിധം പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ചെന്ന് കാര്യം പറയും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരോ ഒരാളെ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നി എന്ന് ഭൂമി പറയുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ആരെയും കാണുന്നൊന്നുമില്ല, ഒരു വണ്ടി പാസ് ചെയ്ത് പോകുമ്പോൾ മാത്രം അവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിന്നെ പോകുന്നത് സൗഭാഗ്യപുരത്തേക്കാട്ടോ. അവിടേക്ക് ഭൂമി ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഭവാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് എന്തൊക്കെയോ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇതിന് കാര്യമായ വിവരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഭൂമി പറയുന്നത് കേട്ടിട്ടാണോ എന്നറിയില്ല, ഭവാനി ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭവാനി പിന്നാലെ ചെല്ലാം. എന്നിട്ട് ഭൂമിയെ വിളിച്ച് അവരെന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഭവാനി ഒന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഭൂമി ചില അന്വേഷണങ്ങൾക്കായിട്ട് എന്തായാലും വേദയുടെ അച്ഛൻ അതായത് ശങ്കരനാരായണൻ സാറെ കാണാനായിട്ട് ഭൂമി ചെന്നിരിക്കുക കേട്ടോ. അവിടേക്കും ആ കമാൽ പിന്നാലെ ചെല്ലുന്നുണ്ട്. ഭവാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വീട്ടിലോ ഭൂമിയിലോ ആർക്കും അറിയില്ല ഈ ഭവാനി ആരാണെന്ന്. എന്നിങ്ങനെ എല്ലാവരുടെ മുന്നിലും പാവം അഭിനയിച്ചു നിൽക്കുമ്പോൾ മനസ്സിൽ രാക്ഷസിയായി പൊട്ടിച്ചിരിക്കട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിക്ക് അച്ഛൻ്റെ ഫോണ് കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്തും കുറച്ച് തെളിവുകൾ ഉണ്ടല്ലോ. പിന്നീട് ആ കമാൽ ഭൂമിയുടെ പിന്നാലെ ചെന്ന് ഭൂമി താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഭൂമിക്ക് എന്തെങ്കിലും പറ്റുമോ, ആരെങ്കിലും ഭൂമിയെ രക്ഷിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.